ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ NS വേൾഡ്. അപ്പം നമുക്കൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഫിഷ് മസാല, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി ഇവയൊക്കെ ഇട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം കേട്ടോ. നന്നായി മസാല പുരട്ടിയതിന് ശേഷം ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് കടുക് വറുക്കാം. വേപ്പില ആഡ് ചെയ്യാം. വെളുത്തുള്ളി ചെറുതായി കഷ്ണാക്കിയത്, സവാള ചെറുതായി കഷ്ണാക്കിയത് ഇവയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ. സവാള നന്നായി വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇവയുടെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കുരുമുളകും പൊടിച്ചത് ആഡ് ചെയ്യാം. ഞാനിവിടെ തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ആഡ് ചെയ്യാം. ഇവയുടെ എല്ലാം ഒരു പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഫിഷ് മസാല, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇവയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ഇതിലേക്ക് ഇടാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.